അസ്സലാമു അലൈക്കും. അങ്ങനെ മൗലവി തഫ്സീർ വായന ഭാഗം 14. ഹിജ്റ 4-ാം കൊല്ലത്തിൽ നജിദിൻ്റെ ഭാഗത്തേക്ക് മതോപദേശാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 പേരെ അയക്കുകയും ശത്രുക്കളുടെ വഞ്ചനാപരമായ ആക്രമണം നിമിത്തം അവരിൽ 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബിർഊനയിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. ഈ 70 പേരും ഖുർആൻ പാരായണക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു. ഇവരുടെ നഷ്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യധികം വ്യസനിച്ചതും 1 മാസത്തോളം നമസ്കാരത്തിൽ പ്രത്യേക പ്രാർത്ഥന ഖുനൂത്ത് നടത്തിയതും പ്രസിദ്ധമാണ്. അതുവരെ അവതരിച്ച ഖുർആൻ മിക്കവാറും മനഃപാഠമായി ഓതി വന്നിരുന്നതുകൊണ്ടാണ് അവർക്ക് ഖുറാ എന്ന പേരുണ്ടായത്. ഈ സംഭവത്തിൽ നിന്ന് തന്നെ ഖുർആൻ മനഃപാഠമാക്കിയിരിക്കുന്നവർ സ്വഹാബികളിൽ ധാരാളമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ വളരെയധികം ഖുർആൻ ഓതാറുണ്ടായിരുന്നു. ഇത് കേട്ടാണ് പലരും അത് പാഠമിട്ടിരുന്നത്. സമയം കിട്ടുമ്പോഴെല്ലാം ഖുർആൻ പാരായണം നടത്തലും അത് കേൾക്കലും സ്വഹാബികളുടെ പതിവുമായിരുന്നു. ഇങ്ങനെ ലിഖിതങ്ങളിലും ഹൃദയങ്ങളിലുമായ ഖുർആൻ്റെ പൂർണ്ണഭാഗം പലരുടെയും വശം തയ്യാറുണ്ടാക്കിയിരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ വിയോഗം സംഭവിച്ചത്. തിരുമേനിയുടെ വഫാത്തോടുകൂടി അറബികളിൽ പല ഗോത്രങ്ങളും ഇസ്ലാമിൽ നിന്ന് അകന്നു പോയതായും 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നേരെ വമ്പിച്ച സൈന്യ നടപടികൾ എടുത്തതും അതിനെ തുടർന്ന് അവരെല്ലാം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് അന്തരീക്ഷം ശാന്തമായതും ചരിത്രപ്രസിദ്ധമാണല്ലോ. അന്നത്തെ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുസൈലമത്ത് എന്ന കള്ളപ്രവാചകനുമുണ്ടായ ഏറ്റുമുട്ടൽ. ആ യുദ്ധത്തിൽ ഖുർആൻ മനഃപാഠമാക്കിയിരുന്ന 100 കണക്കിലുള്ള സ്വഹാബികൾ രക്തസാക്ഷികളായി തീർന്നു. ഇതുപോലെ ഇനിയും പല സംഭവങ്ങളും ഉണ്ടാകുന്ന പക്ഷം ഖുർആൻ പാഴായി പോകുമെന്നും അതുകൊണ്ട് ഖുർആൻ അത്യന്തം ഒരേ ഗ്രന്ഥത്തിൽ എഴുതി സൂക്ഷിക്കണമെന്നും ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി താൻ എങ്ങനെ ചെയ്യുമെന്ന് കരുതി അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു. എങ്കിലും ഭവിഷ്യത്തിനെപ്പറ്റി ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അതിന് മുന്നോട്ട് വരിക തന്നെ ചെയ്തു.